ഇതാണ് റെസ്യൂമേ. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. നീ മാർച്ചാണല്ലേ? ആ. അപ്പൊ നീ എന്നെ ചേച്ചിന്ന് വിളിക്കണല്ലോ. ഞാൻ സെപ്റ്റംബറാ, 98 മോഡൽ. അയ്യോ, അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്താ നോക്കണത്? അൺമാരീഡ്. എനിക്കറിയാം നിനക്ക് നാട്ടില് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോന്നു. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെയോ? പെണ്ണിന്റെ അച്ഛൻ്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പൊ എന്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. ഓ ഐ സി. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ടെന്ന് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസലാന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഓക്കെ, കൊറേ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ? സച്ചിനെ കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്നൊക്കെ കോമഡി ആയിട്ടാണോ തോന്നുന്നത്? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എൻ്റെ കയ്യില്. നടക്കില്ല സച്ചിനെ. എനിക്ക് ഫോൺ തരണം, എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം, നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണം. ഇപ്പൊ അതെ, എനിക്ക് CV റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ യോഗ്യരായിട്ടുള്ള പലരും അല്ല, ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റിയാണ്. ബെസ്റ്റി? കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം അടിക്കത്തില്ല.